വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വർക്ക് എന്നുള്ളത് ഐ ലവ് യു ബൈ അലക്സാണ്ടർ പുഷ്കിൻ എന്ന വർക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഐ ലവ് യു ബൈ അലക്സാണ്ടർ പുഷ്കിൻ എന്നുള്ളത് ഒരു ഷോർട്ട് പോയാണ്. ഈ ഒരു ഷോർട്ട് പോയത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നുള്ളത് അൺറിക്വറ്റഡ് ലവ്, ആവശ്യപ്പെടാത്ത സ്നേഹത്തെയാണ് ഈ ഒരു പോയം എക്സ്പ്രസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ സ്പീക്കർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്നേഹത്തെ അംഗീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഒരു വേദനയും അംഗീകരിക്കുന്നുണ്ട്. വിശ്വസ്ത ബിലോഡ് വെൽ. ഈ ഒരു പോയത്തിൻ്റെ സിംപ്ലിസിറ്റിയും ഹോണസ്റ്റിയും കോമ്പിൻ ചെയ്യുന്നുള്ളത് ആ ഒരു ലോസിൻ്റെ എക്സ്പ്ലോറേഷനാണ് കോമ്പിൻ ചെയ്യുന്നുള്ളത്. ഈ ഒരു പോയത്തിൻ്റെ സിംപ്ലിസിറ്റിയും ഹോണസ്റ്റിയും അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ആൻഡ് റെസ്പെക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ലവിനെയും പെയിനെയും പറ്റിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അംഗീകരിക്കുന്നുണ്ടെന്ന്. ഈ ഒരു സ്പീക്കർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ വിഷ് ചെയ്യുന്നുണ്ട് ബിലോഡ് ഹാപ്പിനെസ്. ആ ഒരു റൈറ്റർ സ്നേഹിക്കുന്നവരുടെ ആ ഒരു സന്തോഷത്തെ വിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനെ അക്സെപ്റ്റും കൂടി ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പീക്കർ എന്നുള്ളത്. അതുപോലെ തന്നെ ഇമോഷണൽ ഡെപ്ത് എന്നുള്ളത് ഈ ഒരു പോയം കൺവേ ചെയ്യുന്നുണ്ട്. ഇമോഷൻ്റെ ആ ഒരു ഡെപ്തിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോയം കൺവേ ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് ബോത്ത് ലവ് ആൻഡ് സാഡ്നെസ്. ലവ് അതുപോലെ തന്നെ സ്നേഹം അതുപോലെ തന്നെ സങ്കടം, ഇത് രണ്ടും ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു ഡെപ്ത് ഓഫ് ഇമോഷനാണ് ഈ ഒരു പോയത്തിലൂടെ ഈ ഒരു റൈറ്റർ കൺവേ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഈ ഒരു പോയത്തിൽ മെയിനായിട്ട് എന്താണ് പറയുന്നുള്ളത്, ആവശ്യപ്പെടാത്ത ലവും അതുപോലെ തന്നെ അതുപോലെ തന്നെ പെയിൻ അതുപോലെ തന്നെ സ്നേഹവും അതുപോലെ തന്നെ സങ്കടവും ഇതിനൊക്കെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു ഇമോഷനെ പറ്റിയിട്ടുള്ള ആ ഒരു ഇമോഷൻ്റെ ആയത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിലൂടെ പോയറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നുള്ളത്. ഈ ഒരു പോയത്തിലുള്ള തീമായിട്ടുള്ള ലവ്, ലോസ് അതുപോലെ തന്നെ ഹ്യൂമൺ ഇമോഷൻ്റെ കോംപ്ലക്സിറ്റീസ്, ഇങ്ങനെയുള്ള ഈ ഒരു പോയത്തിൻ്റെ തീംസ് എന്നുള്ളത് ഇന്ന് വായിക്കുന്ന റീഡേഴ്സിനും ഇന്ന് വായിക്കുന്ന ആ ഒരു റീഡേഴ്സിനും അതിൻ്റെയൊക്കെ ആ ഒരു തീമിൻ്റെയൊക്കെ പ്രതിധ്വനി ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നുള്ളത്. കണ്ടിന്യൂ ടു റിസൊനേറ്റ് വിത്ത് റീഡേഴ്സ് ടുഡേ. ഈ ഒരു പോയത്തിൻ്റെ തീംസ് ആയിട്ടുള്ള ഏതൊക്കെ ലവ്, ലോസ് അതുപോലെ തന്നെ ഹ്യൂമൺ ഇമോഷൻ്റെ കോംപ്ലക്സിറ്റീസ്, അതൊക്കെ ഇന്നും ആ ഒരു ഇന്ന് വായിക്കുന്ന റീഡേഴ്സിന് പോലും പ്രതിധ്വനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് കൂടി അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കറിൻ്റെ പ്രൈമറി കൺസേൺ എന്നുള്ളത്, പ്രാഥമിക ആശങ്ക എന്നുള്ളത് അദ്ദേഹം സ്നേഹിക്കപ്പെടുന്ന ആ ഒരു ആളെ പറ്റിയിട്ട്, ബിലോവ്ഡ് ആ ഒരു ആളെ പറ്റിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രൈമറി കൺസേൺ എന്നുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രൈമറി കൺസേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓൺ ഫീലിങ്സിനെ തന്നെയാണ് ഈ ഒരു കൺസേൺ ചെയ്യുന്നുള്ളത്, സപ്രസ് ചെയ്യുന്നുള്ളത്, അടിച്ചമർത്തുന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോയത്തിൽ പറയുന്നുള്ളത് മെയിനായിട്ട് ഒരു സ്നേഹിക്കപ്പെടുന്ന ആളുടെ വേദനകളെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു പോയത്തിൽ ചെയ്യുന്നുള്ളത് മെയിനായിട്ട് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോയത്തെ പറ്റിയിട്ട് നിങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പോയത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു പോയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വേൾഡ് ലിറ്ററേച്ചർ ഇൻ ട്രാൻസ്ലേഷനിൽ മറ്റുള്ള ടോപ്പിക്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടോപ്പിക്കൊക്കെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും.